ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരു എഗ്ലെസ് പ്ലം കേക്കാണ്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. നമുക്കിത് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നവർ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കണം, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ എന്നെ അറിയിക്കുക, ലൈക്ക് ചെയ്യണം. അതുപോലെ അതിൻ്റെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടണും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്കിത് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 6 ഡേറ്റ്സ് ചെറുതായിട്ട് അരിഞ്ഞതും 3 ടേബിൾ സ്പൂൺ റൈസിൻസും 3 ടേബിൾ സ്പൂൺ കിസ്മിസും 3 ടേബിൾ സ്പൂൺ കറൻസും അതിനോടൊപ്പം 1 ടീസ്പൂൺ ഓറഞ്ച് പീൽ അരിഞ്ഞതും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് റമ്മിലോ വൈനിലോ കുതിർത്ത് വെക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹോം മെയ്ഡ് ഗ്രേപ്സ് വൈനാണ്. ഒരു 1/4 കപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളിത് രണ്ടും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഗ്രേപ്സ് ജ്യൂസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാം. എന്നിട്ടൊരു 10 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചേക്കാം ഒന്ന് കുതിരാനായിട്ട്. ഇനി ചെയ്യേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്ത് സിറപ്പാക്കുക. ഈ പഞ്ചസാരയുടെ നിറം ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ബ്രൗണിഷ് ചോക്ലേറ്റ് കളർ അല്ലെങ്കിൽ ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് സിറപ്പാക്കി എടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് കരിഞ്ഞു പോകരുത് നമ്മൾ സിറപ്പാക്കുമ്പോൾ. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത്, ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് അരിച്ച് മാറ്റി വയ്ക്കുക. ഇനി അടുത്തായിട്ട് ഒരു ബൗളിലേക്ക് 200 ഗ്രാം ബട്ടറും അതിലേക്ക് ഒരു 50 ഗ്രാം ബ്രൗൺ ഷുഗറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഷുഗർ ഉപയോഗിക്കാം. ഒരു വിസ്ക് കൊണ്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഈ പഞ്ചസാര ബട്ടറിൽ നല്ലതായിട്ട് മിക്സായി കിട്ടണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമലൈസ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ കൂട്ടിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും ഒരൽപ്പം ജാതിക്ക പൊടിച്ചതൂടെ ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഈ പൊടിയിലേക്ക് ചേർത്ത് ഒന്ന് പൊടി കൊണ്ടൊന്ന് കവർ ചെയ്ത് എടുക്കുക.
ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സും ആയിട്ടുള്ള മിക്സ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കണ്ടൻസ്ഡ് മിൽക്കും ബട്ടറും ചേർന്ന് മിക്സിലേക്ക് ഇട്ട് ഒന്ന് യോജിപ്പിക്കുക. ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിളയിച്ച ചെറി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ബദാം പൊടിച്ചതും 1/4 കപ്പ് കാഷ്യൂനട്ടും കൂടെ ചേർക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/4 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഒരു സൈഡിലേക്ക് മാത്രം ഇളക്കി യോജിപ്പിക്കുക. ഒരു പിഞ്ച് സോൾട്ടും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കേക്കിൻ്റെ മിക്സ് റെഡിയായി. ഇനി നമുക്കൊരു ഗ്രീസ് ചെയ്ത ബേക്കിംഗ് ട്രേയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ബട്ടർ പേപ്പറിലൂടെ ഇടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ടൊരു 170 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. 1-2 പ്രാവശ്യം ഈ കേക്ക് ടിൻ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് മുറിച്ച് നോക്കാം. എല്ലാവരും കണ്ടല്ലോ. കേക്ക് നല്ല സോഫ്റ്റാണ്. നോക്കി എന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ കേക്ക്. കളറൊക്കെ കണ്ടില്ലേ? ഇത് മുറിച്ചെടുക്കാൻ തന്നെ നല്ല പാടാണ്. വളരെ സോഫ്റ്റാണ് ഈ കേക്ക്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി ഒരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.